പിന്നെ ഈ UDFന്റെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ ജാസിനെ ബസ്സിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെന്താ, ഞാൻ സ്ത്രീയല്ല, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന? ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല, അതൊക്കെ എന്നെ നിർത്തി. എന്റെ പൊണ്ണു ടീമി ഈ സാധനമോ കേറും മിക്കവാറും കേറും. അത് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് യൂട്രസ് ഉണ്ടോ? നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നുണ്ടോ? അമ്മായി, നിങ്ങളും ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. ഹരിത് എന്നെ വസ്ത്രക്ഷേപം ചെയ്യരുത്. ഒരു കാര്യം, സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നാണ്, അല്ലാതെ പുരുഷന്മാർക്ക് യാത്ര ചെയ്യാമെന്നല്ല. നീയും ബസ്സിൽ കയറുമായിരിക്കും, ഞങ്ങളും ബസ്സിൽ കയറും, പക്ഷെ ഞങ്ങൾക്ക് ഫ്രീ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ നിനക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് തന്നെ കൂടെ കൊണ്ട് നടത്താലോ. പിന്നെ ഞാൻ അവളെ കൊണ്ട് വിലസാൻ പോവല്ലേ? തീർന്നു, ഇന്നത്തോടെ അവളെ പാക്ക് ചെയ്യാം. എങ്ങോട്ട്? ഞങ്ങള് എല്ലാ പെൺകുട്ടികളും കൂടി KSRTC ബസ്സിൽ ഒരു ദീർഘ വിനോദയാത്ര നടത്തിയാലോ എന്ന്. അത് ഞങ്ങൾ സ്ത്രീകൾ പോയിക്കോളും. ഇനിയിപ്പം അങ്ങനെ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകള് ഗവിയിലേക്കോ എവിടേക്കാന്ന് വെച്ച് ഞങ്ങൾ പോയിക്കോളും. സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ഉറപ്പാണ്. പിന്നെന്ത്, എന്നാ നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവരും കൂടി ഒരു ടൂർ പോകണം. ചോദിച്ചാ എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഒരു ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഗവിക്ക് അങ്ങോട്ട് ടൂർ ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ഗവിക്ക് നിന്റെ ഈ നാടകമൊക്കെ കണ്ടപ്പം മിക്കവാറും ബിഗ് ബോസിലേക്ക് എൻട്രി ആകാനാന്ന് തോന്നുന്നു. എന്റെ പൊന്നോ വേണ്ട. സ്ത്രീയാക്കണം, സ്ത്രീയായിട്ട് പരിഗണിക്കണം, സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രശ്നം. ഇവർക്ക് മാത്രമാണ് എല്ലായിടത്തും ഞാനൊരു സ്ത്രീ സ്ത്രീ സ്ത്രീ. എന്ത് സ്ത്രീ? എങ്ങനെ സ്ത്രീ? അങ്ങനെയൊന്നുമില്ല. ഇത് വെറും ഒരു കുടുംബശ്രീ ബന്ധം എന്ന് വെച്ചാ, അല്ല, കുടുംബത്തുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ളൊരു ബന്ധം, അത്രേ ഉള്ളൂ. പെൺകുട്ടികൾക്ക് ഒരു സൗജന്യ യാത്ര അവര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾക്കും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ചോദിച്ചു വാങ്ങും ഞങ്ങൾ ആ സീറ്റ്, ഞങ്ങൾക്കുള്ള യാത്ര ചെയ്യാനുള്ള സീറ്റ് ഞങ്ങൾ ചോദിച്ചു വാങ്ങുക ചെയ്യും. നിങ്ങളൊന്നും അതൊന്നും എനിക്ക് കാണണം. നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. സ്ത്രീകൾക്കുള്ള ആനുകൂല്യം കിട്ടുന്നത് എനിക്കൊന്ന് കാണണം. വെല്ലുവിളിയാണത്, എന്റെ വെല്ലുവിളിയാണത്. അതെ, ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല, ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. സ്ത്രീയാണ് പോലും സ്ത്രീ. യൂട്രസ് ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക്? ഉണ്ടോ? ചിരി കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല.